എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടി ചേർത്തിട്ടാണ് ഇടുന്നത്. കാരണം വെള്ളിയാഴ്ച കൂടുതൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കുക്കിങ്ങോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അന്ന് രാവിലെ ഞാൻ പുട്ടും മാത്രം ഉണ്ടാക്കിയേക്കണത്. തലേന്ന് നമ്മൾക്ക് പുട്ടും കടലക്കറിയും ആയിരുന്നു. അതിൻ്റെ കടലക്കറി ബാക്കിയുണ്ട്. അന്നേ പിന്നെ ഇന്ന് കൂടി ആ പുട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി ആ കടലക്കറി തീർത്തേക്കാം. പപ്പക്കും എനിക്കുമാണെങ്കിൽ പുട്ടും കടലക്കറിയൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ കടലക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാനും ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത്രയും കടലക്കറി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചൂടാക്കി അവിടെ വെച്ച് പുട്ടും എടുത്ത് വെച്ചിട്ട് ഞാൻ നോക്കിയതാണ്. പപ്പ പുറത്ത് നിൽക്കുന്നുണ്ട്. ഗാർബേജൊക്കെ വന്നതൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കാത്തൊക്കെ നിൽക്കുന്ന ആൾ. പിന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് ഉണ്ട്, ഒരു മീൻ കറി വെക്കണം. ഈ രണ്ട് കാര്യം മാത്രം ചെയ്താൽ മതി. മീൻ വറുത്തത് തലേന്നത്തെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ കറി ആ മീൻ വറുത്തതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കൂടുതൽ പാചകം ഇന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം സാറ്റിനയുടെ വീട്ടിലേക്കൊന്ന് പോകാനുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് യൂണിറ്റ് മീറ്റിങ്ങിൻ്റെ ദിവസവുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെയും ഇത്രയും പാചകം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സാറ്റിനയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലേക്ക് വന്ന്. സാറ്റിനയുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാലൻറ്റൈൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സാറ്റർഡേ ആണ് 14-ാം തീയതി എങ്കിൽ തന്നെയും അവരന്ന് രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോണൊരു ദിവസമാണ്. കാരണം സാറ്റർഡേ വർക്കില്ലാത്തൊരു ദിവസമാണ് സാറ്റർഡേ. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞത് രാത്രിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്ത് വേഗം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് വന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച പപ്പക്ക് കുരേച്ചൻ്റെ പോണ ദിവസമാണ്. അപ്പോൾ പപ്പ പോയിട്ട് വരാനും വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യണം. പപ്പ ഒരു 5 മണിയാകാതെ വരില്ല, ഒരു 3:30 പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാറ്റിനൊക്കെയാണത് ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ സാറ്റിന ജോലിക്ക് പോയി തിരിച്ചെത്തുന്നതും 4:30 ശേഷമാണ്. അപ്പോൾ 4:30 ശേഷമേ പോകാനും പറ്റുള്ളൂ. പിന്നെ 5 മണിയാകുമ്പോഴേ പപ്പ വരികയും ചെയ്യുള്ളൂ. അങ്ങനെ പപ്പ വന്നതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ റൂബിക്ക് 2 മുട്ടയും കൂടി ഒന്ന് വേവിച്ചെടുത്തതാണ് ടവലിൽ വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മുട്ടയൊക്കെ കഴിച്ചിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടയൊക്കെ കൊടുത്ത് കുറേ നേരം കൊണ്ടാണെങ്കിലും ആൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ മീൻ കറിയും മീൻ വറുത്തതും എല്ലാമായി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനൊന്ന് മേല് കഴുകി ഡ്രസ്സ് മാറ്റി വന്നതാണ്, ഭയങ്കര ചൂടായതുകൊണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഒരു പൊട്ടത്തരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ, അതായത് റെഡ് റോസിൻ്റെ ഒരു ബൊക്കെ ഇങ്ങനെ ബ്ലിങ്കിറ്റിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. 2-3 കുറേ ടൈപ്പ് ബൊക്കകളുണ്ട്. അപ്പം ഞാനെടുത്തത് 3 റോസസ്. പിന്നെ അതിൻ്റെ നല്ല റിബൺ കെട്ടിയേക്കണതാണ് കേട്ടോ കാണിച്ചേക്കണം. പക്ഷേ കെട്ടിയേക്കണത് വെറുതെ ഇതുപോലത്തെ ഒരു നേർത്ത റിബണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ സങ്കടം വന്നിട്ടാണ്. അപ്പോൾ ഏതായാലും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തുറക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വാടണ്ടല്ലോ എന്ന് അങ്ങനെ തുറക്കാതെ വെച്ചേക്കണേണ് കേട്ടോ. ഫ്രഷ് ഫ്ലവറാണേ. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഈ ഒരു ഡയമണ്ട് റിങ് ആണ് കേട്ടോ, ഒരു ചെറിയൊരു ഡയമണ്ട് റിങ്. അതിൽ 2 ഹാർട്ടും ഇതുപോലെ ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്. അത് റയനാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഞാൻ കണ്ടതുപോലും ഇല്ല ഇങ്ങനെ മോതിരങ്ങൾ കാണിച്ചപ്പോഴേ. അപ്പോൾ റയൻ പറഞ്ഞു അത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത്. അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മളത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഷോപ്പ് ആൻഡ് സേവിൽ പോയപ്പോഴത്തേക്കും ഈ ടെഡീനെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ ടെഡി എന്നെ കിട്ടിയില്ല. അപ്പോൾ ഇതും എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ആ ഒരു ടെഡീനെയും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്. അപ്പോൾ ഒരാഴ്ച ആഘോഷം അങ്ങനെയാണല്ലോ ഈ വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ അത് റോസ് ഡേ, പിന്നെ ഹഗ് ഡേ, പ്രപ്പോസൽ ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനൊക്കെയാണ് ഓരോന്നേ ഇങ്ങനെ മേടിച്ചേക്കണം ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളുടെ കലപില കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ച് ഞാൻ വന്ന് നോക്കിയാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ ഒരുപാട് ബസ്സാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് ഫോട്ടോ വെച്ച് കാണാൻ വേണ്ടി ഇവിടെ നിന്നോ വന്നേക്കണേണ്.
അപ്പോൾ അതാണ് കുട്ടികളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാനും വിചാരിച്ച് ഭയങ്കര ശബ്ദം കുട്ടികളുടെ കലപില. അങ്ങനെ കുറേ അധികം ബസ്സിൽ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള സംസാരമാണ് കേൾക്കണത്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്നതും പിന്നെ നമ്മൾക്കൊരു ബർത്ത്ഡേ പാർട്ടിയുടെ നോണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് എനിക്ക് വീഡിയോ കണ്ടിട്ട് വേറെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് കാണിക്കാതെ നിവർത്തിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. പക്ഷെ ഇതിപ്പോൾ വാലന്റൈൻസ് ഡേക്ക് നമ്മളുടെ റിച്ചാർഡിന്റെ കൊച്ചിന്, സാറ്റ കൊച്ചിന് റിച്ചാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടെഡിനെ മേടിക്കാനാണ് നമ്മൾ ഷോപ്പ് ആൻഡ് സെയിലിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ടെഡിനെ മേടിച്ച് അവിടുന്ന് പിന്നെ ഒരു ചോക്ലേറ്റ് മേടിച്ച് പിന്നെ നമ്മൾ ഇന്നാണ് ഈ ഒരു ഫ്ലവർ മേടിച്ചത്. ഇത് ഫ്രഷ് ഫ്ലവറാണ്, അതുകൊണ്ട് ഇന്നാണ് മേടിച്ചത് കൊടുക്കാൻ പോണ ദിവസം. ഇതിപ്പോൾ 13-ാം തീയതി നമ്മൾ കൊടുക്കുന്നത്. കാരണം 14-ാം തീയതി അവർക്ക് രാവിലെ ഇത് ഷോപ്പിങ്ങിന് അവർ പോകുന്നതുകൊണ്ട് പിന്നെ കൊടുക്കാൻ ആ ഒരു ടൈം ശരിയാവൂല. അതുകൊണ്ട് നമ്മളിന്നും വൈകുന്നേരം, അതായത് 13-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ റയനും കൂടി കൊണ്ടേ കൊടുക്കാൻ പോകണം. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡ്രസ്സും ഇതും കൂടി നല്ല മാച്ചിങ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് എടുത്തത്, ഈ ഒരു പേപ്പർ എടുത്തത്. പിന്നെ ഞങ്ങളൊരു റിങ് കൂടി മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ മേടിച്ചത് നമ്മൾ എവിടെയാണ് പോയത് റയന്? മാക്സിൽ പോയില്ലേ ഒരു വീഡിയോയിൽ ഞാൻ റയനോട് മാക്സിൽ പോയിട്ട് ഒരു ബിരിയാണി കടയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി കഴിക്കണ കാണിച്ചില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളന്ന് നക്ഷത്ര ജ്വല്ലറിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അവിടുത്തെ മേടിച്ച ഈ ഡയമണ്ട് റിങ് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നില്ല, അതാണിത്. അതും ഈ ഒരു ടെഡി, പിന്നെ ഒരു ചോക്ലേറ്റ്, പിന്നെ ഫ്ലവേഴ്സ്, ഇത്രയാണ് വെക്കണത്. അപ്പോൾ റിച്ചാർഡ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. റിച്ചാർഡിന് തിരക്കുള്ള സമയമാണ്, അവൻ അവിടെ നിന്നൊന്നും ഓർഡർ ചെയ്ത് വിടാനുള്ള നേരമില്ല, നല്ല തിരക്കുള്ള ടൈമാണ്, അതുകൊണ്ട് ഞാനാ ചെയ്യണത്. അപ്പം ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്തിട്ട് വേഗം കൊണ്ടിട്ട് നമ്മുടെ സാരിനെ കുട്ടിക്ക് കൊടുക്കാം. ടെഡി നിറഞ്ഞായിരിക്കണത്, കാരണം ചെറിയ ബോക്സ് ആയിട്ടാണ് ചെയ്തത് ഞാൻ. ഇനി നമുക്ക് വെക്കേണ്ടത് ടെഡി അവിടെ ഇരിക്കട്ടെ. സൈഡിൽ നമുക്ക് ഈ ചോക്ലേറ്റ്, ഇനി നമ്മളുടെ റിങ്. അകത്തേക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ഇത് 3 ഇതിനകത്ത് വെക്കണത്. ടെഡി ചാടി പുറത്തേക്ക് വരും. അതിനുശേഷം നമുക്ക് ഇതിട്ടിട്ട് ഇത് മൂടാം. ഇത്രയല്ലേ ഉള്ളതായാലും ഇല്ല. ഇനി നമുക്കിത് കെട്ടണം. അങ്ങനെ ബോക്സിൽ സാറ്റിൻ റിബണൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്കും ഒരെണ്ണം ഇത്തിരി വാല് പോലെ അങ്ങനെ നീണ്ടു കിടന്നിച്ച്. പക്ഷേ എനിക്കത് കട്ട് ചെയ്ത് കളയാനോ അഴിച്ച് കെട്ടാനൊന്നും തോന്നിയില്ല, കാരണം അതൊരു ഒറ്റ റിബണല്ലേ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടൊരു പീസ് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചാൽ അത് ഒരെണ്ണം നീളത്തിൽ തട്ടിയിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ റോസ് തുറന്നിട്ടില്ല കേട്ടോ ഇതുവരെ. റോസ് ഏറ്റവും അവസാനം പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തുറക്കാം എന്നും വിചാരിച്ച് അങ്ങനെ റോസിൻ്റെ കഴുത്തിലൊക്കെ ഇട്ടൊന്ന് മാറ്റിയിട്ട് നമ്മളുടെ ഈ ഒരു പീസ് റിബൺ വെച്ചിട്ട് അതൊന്ന് കെട്ടിയിട്ടാണ് ഇത് പോകുന്ന സമയത്ത് തുറന്നത് കേട്ടോ. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്. കാരണം നമ്മളിത് ഏകദേശം 200 രൂപ അടുത്താണ് ഈ ഒരു ബൊക്കയുടെ വില. നമ്മൾ കടയിൽ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടിയാനേ. ഇതാകുമ്പോൾ ഒരു പ്രത്യേകത കണ്ടതുകൊണ്ടാണ് ഞാനന്ന് ഇത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. കടയിൽ സാധാരണ എല്ലാവർക്കും ബൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട്, ഇതുപോലത്തെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് മേടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സംഭവം 3 റോസ് എന്ന് പറഞ്ഞിട്ട്
നോക്കിയപ്പോണ്ട് ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ ഉണ്ടാകുന്നത് 2 കരിഞ്ഞ റോസാണ്. 3 റോസും ഇല്ല, 2 റോസ് മാത്രമേ ഉള്ളൂ, അത് കരിഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ആ വൈറ്റ് പൊട്ട് പോലത്തെ പൂവില്ലേ, അതുമൊക്കെ കരിഞ്ഞുണങ്ങി നാശമിട്ടിരിക്കണേ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ടാ. പക്ഷേ ഇനിയിപ്പോൾ ഇത് മാറ്റിയെടുക്കാനുള്ള നേരം നമുക്കില്ല. കാരണം ഇത് കൊണ്ട് കൊടുത്തിട്ട് 5:30 മണിയായി ഞങ്ങൾ ഇറങ്ങിയേക്കണേ. പപ്പയൊക്കെ വന്ന് പള്ളിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് 5:30ക്കാണ്. 5:30ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 6 മണിക്കുള്ളിൽ ഫാറ്റിമ ഡോക്ടറിൻ്റെ അടുത്തും കൂടി ഒന്ന് പോകണം, എനിക്ക് ചില ചെക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സമയത്ത് തന്നെ കൊണ്ടു കൊടുക്കണം. പിന്നെ ഇനി വേറെ ബൊക്കെ ഓർഡർ ചെയ്തൊക്കെ എടുക്കാനായുള്ള നേരമില്ല. അങ്ങനെ ആ ഒരു പൂ തന്നെയാണ് ഞാൻ സാറ്റിന കൊച്ചിന് കൊണ്ടു കൊടുത്തത്. ഞാൻ പറയുകയും ചെയ്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത്. അങ്ങനെ ഞാനും റയനും കൂടി ഏതായാലും ഒരു ഓട്ടോയും പിടിച്ചത് കൊണ്ടുപോയിട്ട് സാറ്റിനെ കൊച്ചിന് കൊടുത്ത് അവിടെ എത്തുന്നവിടം കൊണ്ട് ഓട്ടോ ഇങ്ങനെ ചടിച്ചടി പോകുമ്പോഴത്തേക്കും പെറ്റൽസ് വീണ്ടും അടന്ന് പോകുന്നുണ്ടായിരുന്നു. ഏതായാലും കൊണ്ടേ കൊടുത്തിട്ട് അപ്പം തന്നെ ഇറങ്ങി. അവരവിടെ കാപ്പി ഇട്ടിട്ട് അത് കുടിക്കാൻ പോലും നിൽക്കാൻ പറ്റിയില്ല. അടുത്ത ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 6 മണിക്ക് ഫാത്തിമ ഡോക്ടർ ക്ലോസ് ചെയ്യും. അതിന് മുൻപ് എനിക്ക് അവിടെ എത്തണം. അങ്ങനെ ഫാത്തിമ ഡോക്ടറിനെ കണ്ട് തിരിച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ യൂണിറ്റ് മീറ്റിങ്ങിന് പോവുകയാണ് ചെയ്തത്. കാരണം യൂണിറ്റ് മീറ്റിംഗ് 6:45 7 മണിക്ക് മുന്നേ തന്നെ തുടങ്ങും. അപ്പോൾ ഓടിപ്പോയി യൂണിറ്റ് മീറ്റിങ്ങിന് ചെന്ന് അതിനുശേഷം പിന്നെ 8:30 9 മണിയോടെയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അന്നത്തെ ദിവസം. അതുകൊണ്ട് ദേ ഇപ്പം ഞാൻ ഇടുന്നത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഓരോ ജോലികൾ ഒക്കെ ചെയ്ത് വീഡിയോ വർക്ക് ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ അതിന് വേണ്ടിയിട്ട് വോയിസ് ഓവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്ന് ഏതായാലും ഇത്തിരി ഇത് ചപ്പാത്തി ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എനിക്കും പപ്പക്കും മാത്രം മതി, റയൻ കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 3-4 മുട്ട പുഴുങ്ങി വെച്ചേക്കാം. റയന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാത്രം 2 മുട്ട കറിയിലിട്ടിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാ മുട്ടയും കൂടി കറിയിലേക്ക് ഇടാതിരുന്നാൽ മതിയല്ല. ഇനി മുട്ട പുഴുങ്ങിയത് മാത്രം ഇട്ട് വേണമെന്നുണ്ടെങ്കിലും അവൻ കഴിക്കും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ അഗാരോൻ്റെ സ്റ്റാൻഡ് മിക്സർ വിട്ടൊരു കളി എനിക്കില്ല. ഇപ്പോൾ എല്ലാം ഇതിനകത്ത് ഞാൻ മടിച്ചായി. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണിപ്പം. അങ്ങനെ അത് ആക്കി ഇനി മൂടി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി സവാളയൊക്കെ അരിഞ്ഞൊക്കെ എടുക്കണം, മുട്ട പുഴുങ്ങണം. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും കറിയുടെ കാര്യങ്ങൾ ഏറെക്കുറെ ആയി കഴിയുമ്പോഴത്തേക്കും ചപ്പാത്തി പരത്താൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ഹോള്, അതിൻ്റെ വണ്ണുള്ള ഭാഗത്ത് ഹോള് ഇട്ടിട്ട് അത് നേരെ മുകളിലേക്ക് ആക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അളവിലുള്ള വെള്ളമൊഴിച്ച് ഇതും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എഗ് ബോയിലർ. നമ്മൾ വിചാരിക്കും എഗ് ബോയിലറിൻ്റെ ആവശ്യമില്ല, നമ്മൾ വെറുതെ ഒരു പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേവിനാണ് കിട്ടുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല സോഫ്റ്റായിട്ടും വേവിച്ചെടുക്കുക, ഹാർഡായിട്ട് വേവിച്ചെടുക്കുക. നമുക്ക് വാട്ടിയെടുക്കണമെങ്കിൽ മുട്ട വാട്ടിയെടുക്കുക, അതിൻ്റെ പാകമൊന്നും തെറ്റിപ്പോകില്ല. ആ ഒരു വെള്ളത്തിൻ്റെ കണക്കിനനുസരിച്ചിട്ട് അതിലെഴുതിയേക്കണനുസരിച്ചിട്ട് അളവിൽ എടുത്തിട്ട് ഒഴിച്ചാൽ മാത്രം മതി. അങ്ങനെ മുട്ട ബോയിലായി, അത് ഓഫായിട്ടുണ്ട്, ഓട്ടോ ഓഫാണ്, അത് ഓഫായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ സവാള ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇതിൽ മുട്ട വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിലൊന്നും ഇടണ്ട. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് തന്നെ വലിയ പീസായിട്ട് തന്നെ ആ ഒരു തൊണ്ടിങ്ങോട് വിട്ടു പോരും. അതൊരു പ്രത്യേകത എനിക്ക് തോന്നി. നമ്മൾ സാധാരണ വേവിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് വിട്ടുപോരുള്ളൂ. ചിലതിങ്ങനെ വിടാതെ തൊണ്ടിങ്ങനെ കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ പോരും. നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നും. അതിൻ്റെ വൈറ്റ് പീസും മുട്ടയുടെ വൈറ്റ് ഭാഗവും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ വരും. ഇതങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ആക്കിയിട്ട് അതവിടെ ഓഫ് ചെയ്ത് അതിനകത്ത് തന്നെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കണത് കേട്ടോ. ഏറ്റവും നല്ലതാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ സവാളയൊക്കെ വഴറ്റാനായിട്ട്. ഒരു തരി പോലും കരിഞ്ഞു പോകാതെ അടിക്ക് പിടിക്കാതെ നല്ല ഇതായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം മുട്ടക്കറിയൊക്കെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാലും അത് അടിയിലൊക്കെ കുറച്ച് ഒരു കറ പോലെ കാണും. ഇതാവുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. സവാളയിലെ മൊരിച്ചൊക്കെ വെറുതെ ഇങ്ങനെ ഉപ്പുമുളകെന്ന് പറഞ്ഞ സംഭവമില്ലേ, സവാള മൊരിച്ചൊക്കെ എടുക്കുക, അതിനൊക്കെ ഈ ഒരു ഇരുമ്പ് പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്തിട്ട് ആ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സവാളയൊക്കെ മൊരിച്ചെടുക്കുമ്പോഴില്ലേ. ഇതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മാവും ഒന്ന് ഡിവൈഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ചധികം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലെ തന്നെ ഞാൻ ബീഫിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് വരുമ്പോഴത്തേക്കും റയന് ചപ്പാത്തിയും ബീഫ് കറിയും കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അവൻ രാവിലെ എന്തായാലും കഴിക്കില്ലെന്ന് എനിക്കറിയാം. ഉച്ചക്ക് അവന് ചോറിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ ചപ്പാത്തി, ചിക്കൻ ചപ്പാത്തി, ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഉച്ചക്കും രാത്രിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടും ചപ്പാത്തി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവന് കഴിക്കാം. അപ്പോൾ അങ്ങനെ കൂടുതൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സവാള ഒന്ന് ഇളക്കി പതിയെ ഒന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ സവാളയുടെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയാണ് വഴിച്ചത്. അപ്പോൾ വെളുത്തുള്ളി അങ്ങോട്ട് അരിഞ്ഞ് കളയണ്ട. അരിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി വേഗം കരിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ അത് മുഴുവത്തോടു കൂടി തന്നെയാണ് ഇട്ടേക്കുന്നത് വെളുത്തുള്ളി. പിന്നെ ഇതിനകത്തേക്ക് അതിൻ്റെ കളർ നല്ല രീതിക്ക് അങ്ങോട്ട് മാറി നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ മാത്രമേ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി ഇതിനകത്ത് ഇടാറില്ല മുട്ടക്കറിയിൽ. അപ്പോൾ അത്രയും പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിട്ടിടാൻ. എനിക്ക് ഭയങ്കര മടിയാണ് കുതിർത്ത് വെക്കാനൊക്കെ. അപ്പോൾ പൊടിയായിട്ട് ആണ് ഇട്ടേക്കുന്നത്, ഒരു കുഴപ്പമില്ല. അത് മൂത്ത മണം വരുമ്പോൾ തക്കാളി ഞാൻ ഏതായാലും ഇതിനകത്ത് ഇടില്ല. തക്കാളി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ തക്കാളി ഇടണില്ല. ഇരുമ്പിൻ്റെ പാത്രം ഇതുകൊണ്ട് തന്നെ പുളി ഇടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ തക്കാളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. തക്കാളി ഇടാതെ തന്നെയും അതിനകത്തേക്ക് വെറുതെ വെള്ളമാണ് ഒഴിച്ചത്. സാധാരണ ഞാൻ പാലൊഴിക്കുമല്ല, നമ്മുടെ പശുവും പാല് ഒഴിച്ചിട്ട് കറി വെക്കില്ല. അതും നല്ലൊരു ടേസ്റ്റ്. അത് വേറൊരു കറിയാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഇരുന്നിട്ട് ഒന്നും വറ്റി ഇങ്ങനെ വരും. ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് വറ്റാനൊന്നും സമയമൊന്നുമില്ല. അത് ഒഴിച്ചതാ പെട്ടെന്ന് വറ്റിപ്പോകും. അത്രയും ചൂടായിരിക്കണം ആ ഒരു പാത്രം. ഇരുമ്പിൻ്റെ പാത്രത്തിലുള്ള പാചകം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നും. പിന്നെ എനിക്ക് സ്റ്റീൽ പാത്രം ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ ഇത് എണ്ണ തടവി വെക്കണ്ടേ എന്നുള്ളൊരു മടിയൊക്കെ കൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ഇരുമ്പിൻ്റെ പാത്രം ഞാൻ ഇടയ്ക്കെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരുമ്പിൻ്റെ പാത്രം എടുക്കാനേ തോന്നുള്ളൂ. ഇരുമ്പിൻ്റെ പാത്രം തന്നെയാണ് ഏറ്റവും നല്ലത് പാചകത്തിനെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ പുളിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നല്ലതല്ല ഇരുമ്പിൻ്റെ പാത്രം. അല്ലാത്ത എല്ലാ പാചകവും ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ പപ്പട കഴിക്കാനുള്ള സമയം ഈ പപ്പട വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു മുട്ട മാത്രം എടുത്തിട്ട് ആ കറിയുടെ അകത്തേക്ക് ഇട്ടൊന്ന് ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടാ. നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയായിരുന്നു. ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കണം, എന്നാലാണ് അത് പെർഫെക്റ്റായിട്ട് കിട്ടുക. നേരത്തെ ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് കരിഞ്ഞു പോകാതെയൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടും. കരിഞ്ഞൊക്കെ പോയാൽ കയ്പാവും. അപ്പോൾ ഞാനും പപ്പയും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചപ്പാത്തി ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ പാത്രങ്ങളിൽ അടച്ച് വെച്ച് കഴിഞ്ഞാലും അത്രയും സോഫ്റ്റായിട്ട് ഇരിക്കൂല കേട്ടോ. അത് ഇത്തിരി ഹാർഡായി വരും. പക്ഷേ ക്ലിംഗ് റാപ്പ് ചുറ്റി വെച്ച് കഴിഞ്ഞാലില്ലേ, വെറുതെ അവിടെ മാറ്റി വെച്ചേക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിപ്പോൾ പല തവണയായിട്ട് ഞാൻ പരീക്ഷിക്കുന്നൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ക്ലിംഗ് റാപ്പിൽ അങ്ങനെ വെച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം ഇങ്ങനെ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് മൂടി വെക്കുകയും ചെയ്യണത്. അത് അത്രയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കില്ല. പിന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് സോഫ്റ്റ് ആകുള്ളൂ. ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. നല്ല തുണി പോലെ ഇങ്ങനെ കിടക്കും രാത്രി ആയാലും. അങ്ങനെ അത് വെച്ച് അപ്പോൾ ഇതേ 2 മുട്ട അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് പുഴുങ്ങിയ മുട്ടയാണ്. അതിനി റയൻ കഴിക്കൂല, റയന് വേണ്ടാന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റിയേക്കാം, എന്നിട്ട് പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് വരാൻ വേണ്ടി ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന് ഒരു രക്ഷയില്ല, ബീഫ് വരണില്ല. അങ്ങനെ ഞാൻ പുള്ളിനെ വിളിച്ച്. അപ്പോൾ പുള്ളി ചില സമയത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും ഇന്നിപ്പോൾ വരാൻ ആളില്ല ഇവിടെ, അതുകൊണ്ട് ആരെങ്കിലും വിടുമെന്ന് പറയും. ഇന്നത്തെ ദിവസം അങ്ങനെ പറഞ്ഞില്ല, ഞാൻ കൊണ്ടുവന്നേക്കാം എന്നാണ് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പപ്പ പോയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ച് പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് ആ കൂട്ടത്തില്ല, ബീഫ് മേടിച്ചാൽ മതി. പക്ഷേ ആ പുള്ളി പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് ഇനി പപ്പനെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ എന്താ ഇത്ര നേരം കഴിഞ്ഞിട്ട് ആളെ കാണാനില്ല. വിളിച്ചപ്പോൾ എന്താ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അന്നേ ഓക്കെ, എന്നിട്ടും കാണാനില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിക്കും ഈ മെഡിസിൻ ബോക്സ് ആവശ്യമില്ലാത്ത മരുന്ന് കളയണ പരിപാടിക്കൊക്കെ ഞാൻ നിന്നേട്ടാ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഒന്ന് ചെന്ന് നോക്കി ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. ഇവിടെ ഗുളികകൾ കഴിക്കുന്നത് ആകെപ്പാടെ പപ്പ മാത്രം ഒരു പ്രഷറിൻ്റെ ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ ഈ മെഡിസിൻ ബോക്സിൽ നമുക്ക് പനി, വയറുവേദന, പല്ല് വേദന, അങ്ങനത്തെയൊക്കെ വേദനകൾക്കുള്ള ഗുളികകളും ഉണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെയാണ്. പിന്നെ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്, അതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുമ്പോൾ മേടിക്കുന്നതാണ്. അതായത് അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ മേടിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇട്ടേക്കും. പിന്നെ അത് നോക്കൂല, അതവിടെ കിടന്ന് ഡേറ്റൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ബീഫ് വരാത്തതിൻ്റെ ആ ഒരു ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട്
അതായത് നമ്മൾ കറിയും വെച്ച് എല്ലാം കഴിയേണ്ട ടൈമായിട്ടാ, എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അതങ്ങനെ സമയമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട, അതായത് ഡേറ്റ് കഴിയാത്ത ഗുളികകൾ. അപ്പോൾ ഇതുപോലെ എടുത്തതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൻ്റെ ഭാഗമൊക്കെ ഗുളിക എടുത്ത് ആ കാലിയായിട്ടുള്ള നമ്മൾ കട്ട് ചെയ്യണ കൂട്ടത്തിൽ പോകരുത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് അതുമേ തന്നെ വെച്ചേക്കണം, ഇതെന്ന് തീരുമോ എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അറിയില്ല, പിന്നെയും നമ്മളതെടുത്ത് കഴിക്കും. അങ്ങനെ അത് ഇത്രയും വേസ്റ്റ് ഉണ്ട്, അതെല്ലാം എടുത്ത് കളയണേണ് കേട്ടോ. അതെല്ലാം കളഞ്ഞ് പിന്നെ അതേ ചോറ് വെക്കണം. നമുക്ക് ചിക്കൻ ചപ്പാത്തി ഉണ്ട് എങ്കിൽ തന്നെയും ചോറ് വേണം. എനിക്കും പപ്പക്കൊക്കെ രാത്രിയും ഉച്ചക്ക് കഴിക്കാൻ ചോറ് വേണം. റയൻ ചിലപ്പം മിക്കവാറും ചപ്പാത്തിനെ കൂടി 2 നേരം കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതനുസരിച്ച് ചോറൊക്കെ ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ബീഫ് കാണാത്ത സ്ഥിതിക്ക് അന്നേ പിന്നെ ബീഫിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് വഴറ്റാം. അപ്പം ഞാൻ വിചാരിച്ചത് കുക്കറിൽ തന്നെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ബീഫിട്ട് വെക്കില്ല, അതുപോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഞാൻ ഓർത്തത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് അകത്ത് തന്നെ ഇരിക്കണല്ലേ, കഴുകിയൊന്നും എടുക്കണ്ട. കാരണം പാചകം കഴിഞ്ഞ് കഴുകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് രാവിലത്തെ മുട്ടക്കറി വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ മുട്ടക്കറി വെച്ചപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സവാള വഴറ്റി എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ചെയ്യാതെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വഴറ്റിയിട്ട് കുക്കറിനകത്തേക്ക് അതിനെ ഇട്ട് കൊടുത്താൽ മതിയല്ല ബീഫുമായിട്ട്. അങ്ങനെ ഇരുമ്പിൻ്റെ പാത്രം വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് അവിടെ അങ്ങനെ ഇട്ട് സാവധാനം നമ്മൾ ഇട്ടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ നല്ല കളറ് മാറി വരും. അപ്പോൾ പൊടികൾ നോക്കിയപ്പോഴത്തേക്കും പൊടികളൊക്കെ കുറച്ച് തീർന്ന പൊടികൾ ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കാം. പോരാത്തത് പിന്നെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതും ആ കവറിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീഫില്ല് ചെയ്തത് അവിടെ തന്നെ ഇരുന്നോളും. ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് വേറെ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ വേണം. അപ്പോൾ മല്ലിപ്പൊടിയും ഒക്കെ കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ മറ്റേ സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. ഒരു വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞളും മുളകും ഒക്കെ നമ്മൾ അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ ഏറെക്കുറെ എൻ്റെ മുളക് പൊടി തീർന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, എങ്കിലും ഇപ്പോൾ ഓർഡർ ചെയ്ത് വെക്കണം. അപ്പം ഞാൻ അവൾക്ക് ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് 1 കിലോ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വല്ല 100 ഗ്രാം എരിവുള്ള മുളക് പൊടിയും മേടിക്കും കേട്ടോ. എരിവുള്ള മുളക് പൊടി ഞാനങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ റയന് ബീഫിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്നതാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പപ്പനെ വിട്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിക്കാൻ പോയ സമയത്ത് ആ ബീഫ് കടയിൽ പോയി അതിങ്ങോട്ട് മേടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പപ്പ അങ്ങോട്ട് പോയതുമില്ല. ഇതിപ്പോൾ കുറേ അധികം നേരമായി ഇതിൻ്റെ വഴറ്റി അതും കഴിഞ്ഞിട്ടും ഒരു രക്ഷയിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് മള കാണാനില്ല. ഞാൻ വീണ്ടും വിളിച്ചപ്പോഴത്തേക്ക് അയ്യോ ദേ വന്ന് ഇപ്പം എത്തോട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ പുറത്തിറങ്ങി അവിടെ നിന്ന് കയ്യോടെ മേടിച്ച് കൊണ്ടുവരാൻ വരുമ്പോൾ പിന്നെ ഓടി പോടലാന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയി നിന്ന് ബീഫ് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ മണി 12 ആകാറായിട്ടുണ്ട് കേട്ടോ ബീഫ് എത്തിയപ്പോഴേക്കും. അപ്പോൾ ബീഫ് വരാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുക്കുംബറൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്ത് റയന് കൊടുത്തപ്പോൾ റയൻ അത് അവിടെ ഇരുന്നിട്ട് കഴിച്ചേട്ടാ. അപ്പോൾ ബീഫ് വന്ന് ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പോൾ ആ പൊടികളെടുത്ത് ആ പാത്രത്തിൽ തന്നെ ഒന്ന് വെച്ച് തൂക്കാമെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും അത് കഴുകണമല്ല. അപ്പോൾ 11:50 ആ സമയത്താണ് ബീഫ് വന്നേക്കുന്നത്. അപ്പോൾ 2 കിലോ ബീഫ്, നല്ല ബീഫാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇത് ലേറ്റായത് ഇത്തവണ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. എനിക്ക് ശരിക്കും ഭ്രാന്തര്. കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണ് നമുക്ക് കിച്ചണിൽ. ഈ ചൂടങ്ങോട്ട് കൂടുന്തോറും നമുക്ക് കിച്ചണിൽ പണികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൂട് അധികം വന്നതിന് മുമ്പേ കിച്ചണത്തെ പണിയും കഴിഞ്ഞ് ചാടി പുറത്തിറങ്ങണമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പം ഞാൻ വേർത്ത് കുളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഇനി ഏതായാലും ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ അത്രയും വേർത്ത് നിൽക്കണേണ് ഞാൻ. അങ്ങനെ ബീഫ് കണ്ട നല്ല അടിപൊളി ബീഫാണ്. ആവശ്യത്തിനുള്ള നെയ്യും നല്ല വേസ്റ്റ് ഇല്ലാത്ത നല്ല ബീഫാണ് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെ 380 ആണ് കേട്ടോ ബീഫിൻ്റെ വില. പല സ്ഥലങ്ങളിലും പല വിലയാണ്. വേസ്റ്റ് ഇല്ലാത്ത ബീഫ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വില കൂടുതലാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ തന്നെ വേസ്റ്റ് ഉണ്ടാവില്ല. വില കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് അധികം വില 380 നോർമലാണ്. എന്നാൽ ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ലാത്ത
നല്ല ബീഫ് വരും കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ആവില്ല കൊടുക്കണം കേട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് നല്ല ബീഫാണ് തരണത്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അതേ ഞാൻ ഏതായാലും ആ ബീഫ് വേഗം തന്നെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ളത് എടുത്ത്, പിന്നെ റൂബിക്കുള്ളതും കൂടി കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് വേവിക്കാൻ വെക്കണം. ബാക്കി കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചതിട്ട് ഇനി നമുക്കൊരു പണിയില്ല. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ പുള്ളിക്കാരൻ ബീഫ് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എത്ര മണിക്കാണ് ഇത് വേവിച്ചെടുക്കാൻ പോവുക എന്ന് ചോദിച്ചേട്ടാ. കണ്ട 12:04. അപ്പോൾ എത്ര മണിക്കാണ് ഇനി വേവിച്ചെടുക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ്, അത് ഇപ്പം തന്നെ പെട്ടെന്ന് വേഗണ ബീഫാണ്, പെട്ടെന്ന് വേകും, അങ്ങനെയാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ പെട്ടെന്ന് വേഗണ ബീഫാണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിനെ ശ്രദ്ധിച്ചെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓഫ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ 1:30 മണിയായിട്ടുണ്ടേ. ആവി പോകാതെയൊക്കെ നമുക്കിത് തുറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തുറന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ ബീഫ് വെന്തിട്ടില്ല. അപ്പോൾ എനിക്ക് പിന്നെയും ദേഷ്യം വന്ന്. ഇനി വീട് കുക്കർ അടച്ചു വെച്ച് അത് വിസിലടിച്ച് പിന്നെ എപ്പോഴാണത് ഏറൊക്കെ പോയി തുറക്കാൻ പറ്റുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഒപ്പത്തിനൊപ്പം നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ ബീഫും വേവിക്കാനൊക്കെ വെച്ച് ഇപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സംഭവം വെന്തിട്ടില്ല. അങ്ങനെ രണ്ടാമതും വേവിക്കാനിട്ട്. അങ്ങനെ ഇന്ന് മൊത്തം എനിക്ക് പ്രാന്ത് കയറിയൊരു ദിവസമായിരുന്നു. കാരണം എനിക്ക് രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നിന്നിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും ഇതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഈ ബീഫ് താമസിക്കുകയും ചെയ്തതും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് വേഗാതെ രണ്ടാമത് വേവിക്കാനിട്ടതും എല്ലാം കൂടി. അങ്ങനെ നേരെ ഒരുപാട് ആയ സ്ഥിതിക്ക് ഇനി ഉരുളക്കിഴങ്ങ് തുറന്നിട്ട് വേവിക്കാൻ നേരമില്ല. ഏതായാലും കുക്കറിൻ്റെ അകത്തേക്ക് ഒന്നുകൂടി വിസിലടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി വിസിലടിപ്പിച്ചെടുത്തിട്ടാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഉരുളക്കിഴങ്ങ് തുറന്ന് കിടന്ന് വേകുന്നതാണ് ഇഷ്ടം. അതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ പാകത്തിനുള്ള വേവിൽ കിട്ടും. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വിസിലടിച്ചപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കറി നല്ല ടേസ്റ്റായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് നല്ലതാണ്. പിന്നെ നമ്മളങ്ങനെ വഴറ്റിയെടുത്തിട്ടിടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറുന്ന രീതിയിൽ ആ ഒരു സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൊഴുപ്പ് വന്നു പോയി. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ മോരിയാറ് തലേദിവസത്തെ ഉണ്ടായതുകൊണ്ട് അതും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്